ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ആക്റ്റീവയാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഫോർക്കിൻ്റെ ബെയറിങ് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട്. കോൺസെപ്റ്റാണ്, അപ്പോൾ അത് മാറ്റാൻ വേണ്ടി നമ്മൾ അയച്ചതാണ് ഫ്രണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നിലവിൽ നല്ല രീതിയിൽ തുരുമ്പിട്ട് കാര്യങ്ങൾ അയറുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളത് അയച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഫുൾ സെറ്റ് അങ്ങനെ ഫ്രണ്ട് ഫുള്ളായിട്ട് അയച്ചാൽ നമുക്കത് മാറ്റാനായിട്ട് പറ്റുള്ളൂ. പിന്നെ അത് കൂടാതെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ബുഷും വിത്ത് ബെയറിങ് ബുഷല്ല, രണ്ട് ലിങ്കിൻ്റെ ബുഷും ഗ്രീൻ ബുഷും കേട്ടോ. ഫ്രണ്ടിൽ തന്നെ ഷോക്കിൻ്റെ ബുഷും, അത് രണ്ട് നമ്മൾ കൂട്ടത്തിൽ കൂടെ മാറ്റി വിടുന്നുണ്ട്. പിന്നെ സ്പീഡോമീറ്റർ കേബിൾ കംപ്ലയിൻ്റാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ കേബിളിൻ്റെ എല്ലാ കംപ്ലയിൻറ്റ് ഈ മെക്കാനിസം യൂണിറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ മീറ്റർ ഫുള്ളായിട്ട് അയച്ചു വെച്ചിട്ടാണ്. അതാണ് മീറ്റർ അസംബ്ലി. അതിൻ്റെ മെക്കാനിസത്തിൻ്റെ ഉള്ളിൽ കേബിൾ ഒടിഞ്ഞിരിക്കുക. നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് നമ്മൾ നോക്കി, പക്ഷെ അത് കിട്ടുന്നില്ല. ഫുള്ളായിട്ട് തുരുമ്പിട്ടിരിക്കുന്ന അവസ്ഥയിലാണ് കേട്ടോ. അപ്പോൾ തൽക്കാലം മീറ്ററിൻ്റെ കേസ് മാത്രം നമുക്കൊന്നും ചെയ്യൽ നടക്കില്ല, കാരണം ഐറ്റം നമ്മുടെ കയ്യിൽ ഓൾറെഡി സ്റ്റോക്കില്ല. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ വണ്ടിയുടെ എല്ലാ കിലോമീറ്റർ അടിസ്ഥാനം നോക്കിയിട്ടാണ് എല്ലാ മെയിൻ്റനൻസും തന്നെ. അപ്പോൾ മീറ്റർ വർക്കിംഗ് ആക്കി വെക്കേണ്ട അത്യാവശ്യമാണ്. അപ്പോൾ ആവശ്യമാണെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ നമ്മളത് ഓർഡർ ചെയ്തിട്ട് വരുത്തി നമുക്ക് നെക്സ്റ്റ് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് മാറ്റാവുന്ന കണ്ടീഷനിലേക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ മീറ്ററിൻ്റെ ഒഴിച്ച് ബാക്കിയത് വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രണ്ട് ഫോർക്കിൻ്റെ കേസ് കൂടി മാറ്റിയിട്ട് വേണം നമുക്ക് വാഷിങ്ങിനൊക്കെ കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് ഫ്രണ്ട് അയച്ചപ്പോൾ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തെന്നുള്ളൂ. ഓക്കെ.